മുസ്ലിം ലീഗിനെ വിടാതെ പിന്തുടർന്ന് KT ജലീൽ. ഫണ്ട് മുക്കൽ ആരോപണം ഉന്നയിച്ച കുറിപ്പിന് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ KT ജലീൽ MLA വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. വയനാട് ദുരിതബാധിതർക്കായി 100 വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങിയതിലെ ക്രമക്കേട് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ പോസ്റ്റ്. ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങളാണ് കുറിപ്പിലുള്ളത്. മാർക്കറ്റ് വിലയുടെ 5 ഇരട്ടി നൽകിയാണ് ലീഗ് സ്ഥലം വാങ്ങിയതെന്ന് ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ നേരത്തെ അദ്ദേഹം ആരോപിച്ചിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളിൽ നിന്നും ലീഗ് 40 കോടിയിലധികം രൂപ സമാഹരിച്ചതായും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും ഓൺലൈനായി മുസ്ലിം ലീഗ് സ്വരൂപിച്ചത് 40 കോടിയിലധികം രൂപയാണ്. സർക്കാരിൽ വിശ്വാസമില്ലെന്ന് ന്യായം പറഞ്ഞാണ് സ്വന്തമായി ലീഗ് പിരിവിനിറങ്ങിയത്. വീട് നിർമ്മാണത്തിന്റെ ആദ്യപടിയായി നടന്ന സ്ഥലം വാങ്ങലിൽ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ആഡംബര ജീവികളായ ചില പറമ്പ് കച്ചവടക്കാരായ സംസ്ഥാന ഭാരവാഹികളും MLA മാരും ലീഗ് സംസ്ഥാന അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിപ്പിച്ചതായി ഉയർന്ന ആക്ഷേപം ഗൗരവമേറിയതാണെന്ന് പോസ്റ്റിൽ ജലീൽ ആരോപിച്ചിരുന്നു. സ്ഥലം വാങ്ങിയതിൽ ഇടനിലക്കാരായി നിന്ന ലീഗ് നേതാക്കൾ കമ്മീഷൻ പറ്റി എന്ന ആരോപണം തള്ളിക്കളയാൻ കഴിയില്ലെന്നും ആരോപിച്ചിരുന്നു. ജലീലിന്റെ ആരോപണം ഇരുതല മൂർച്ചയുള്ള വാളാണ്. വരും ദിവസങ്ങളിൽ ജലീലിന്റെ ആരോപണം മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും മുസ്ലിം ലീഗിൽ തന്നെയുള്ള ഒരു വിഭാഗവും ഏറ്റെടുക്കുമെന്നും കരുതാം. 40 കോടിയുടെ പങ്കുപറ്റാത്ത ലീഗിലെ വിഭാഗം തീർച്ചയായും ജലീലിന്റെ ആരോപണം ഏറ്റെടുക്കും. ഇത് ലീഗിൽ ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമാകുമെന്നും വിലയിരുത്തുന്നു.